എൻ്റെ സഹപ്രവർത്തകരെ, അവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാം ഇന്ന് 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നേടിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യം അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ശ്രമഫലമായ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. നമുക്കറിയാം, ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ ഇങ്ങനെയുള്ള അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 24ാം വയസ്സിൽ തന്നെ ജീവത്യാഗം ചെയ്ത വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കയർ മുറുകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്നല്ലെങ്കിൽ നിങ്ങൾ നാളെ ഈ രാജ്യം വിട്ടുപോകേണ്ടി വരും എന്നാണ് ബ്രിട്ടീഷുകാരോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ അത്രയും ജീവൻ പോലും ത്യാഗം ചെയ്ത് നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം കടമയാണ്. എങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന, അതിനുവേണ്ടി നേതൃത്വം നൽകിയ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ 1948 ജനുവരി 30-ാം തീയതി ഹിന്ദു വർഗീയവാദിയായ നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തിന് നേരെ, ഗാന്ധിജിക്ക് നേരെ വെടിയുതിർക്കുകയും അദ്ദേഹത്തെ ഇവിടെ നിന്നും ഇല്ലാതാക്കുകയും ചെയ്തു. എങ്കിലും നമ്മുടെ രാഷ്ട്രപിതാവ് ഈ ഇന്ത്യ ഉള്ളിടത്തോളം കാലം നമ്മളെല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം ജീവിക്കുകയും ചെയ്യും. കൂടാതെ അത്തരത്തിലുള്ള സമൂഹത്തിലെ ഇത്തരത്തിലുള്ള വർഗീയവാദങ്ങളെയൊക്കെ എതിർക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം കത്തി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും വിട്ടുനിന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ട ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റിക്കൊടുത്ത അവരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നവർ. മാത്രമല്ല, വർഗീയവാദത്തിനും ജാതിമത ചിന്തകൾക്കെല്ലാം പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം ആശയത്തിലൂടെ നമുക്ക് തോൽപ്പിച്ചുകൊണ്ട് നല്ലൊരു ഭാരതത്തെ, ഒരു ഇന്ത്യയെ പടുത്തുയർത്താൻ നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സമൂഹത്തിൽ കാണുന്ന എല്ലാതരം തിന്മകൾക്കെതിരെയും വിദ്യാർത്ഥികളായ നിങ്ങൾ പ്രതികരിച്ചുകൊണ്ട്, ശരിയുടെ പക്ഷത്തു നിന്ന് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.